ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഓട്സ് കട്ട്ലറ്റ് ആണ്. അതിനുവേണ്ടി 1 കപ്പ് ഓട്സ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതൊരു 5 മിനിറ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ച് വെക്കണം. ഇനി അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സവോള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പകുതി ക്യാപ്സിക്കം ആണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് വാടി വരണം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് 1 ക്യാരറ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അത് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി അതിനകത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമുക്കൊരു മുട്ട കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് കഴിഞ്ഞ് നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് മോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് മോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള മോൾഡിലൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ കഴിക്കും നന്നായിട്ട്. ഇപ്പം ഞാൻ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വൈകിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.